ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇരിക്കൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അവസാന സമയത്ത് റിലയൻസിൻ്റെ ഒരു 1% ഫോള് കാരണം നിഫ്റ്റി ഇന്ന് 25,500 താഴെ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50 പോയിൻറ്റ്, ബാങ്ക് നിഫ്റ്റി 40 പോയിൻറ്റിൻ്റെ ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള IT ജയൻറ്റ് കമ്പനി ആയിട്ടുള്ള TCSൻ്റെ റിസൾട്ട് നാളെ മാർക്കറ്റ് അവറിന് വരാനിരിക്കെ ഈ നമ്മുടെ IT സെക്ടറും ചെറിയൊരു സെല്ലിംഗ് പ്രഷറിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മിഡ് ക്യാപ്പ് ഓട്ടോമൊബൈൽ കമ്പനി ആയിട്ടുള്ള ഫോഴ്സ്, SML ഇസൂസ് തുടങ്ങിയ കമ്പനീസ് മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു. ഇന്നത്തെ പ്രധാന അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഗോൾഡ് ETF എല്ലാം തന്നെ 2080 കോടി ആണ് ജൂണിൽ നമുക്കുണ്ടായിട്ടുള്ള ഫണ്ട് ഇൻഫ്ലോ എന്ന് പറയുന്നത്. ഗോൾഡിൽ നമുക്ക് ETF എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് ത്രൂ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ STBs വഴി ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഇക്വിറ്റി നിക്ഷേപം വലിയ പെർഫോമൻസ് നൽകിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡ് നൽകിയിട്ടുണ്ടാവണം. ഗോൾഡ് ശക്തമായ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉയർച്ച നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ SIP, നമ്മുടെ മ്യൂച്വൽ ഫണ്ട് SIP നിക്ഷേപം ജൂൺ മാസത്തിൽ 27,269 കോടി രൂപയിലേക്ക് ഉയർന്നു. കൂടാതെ 92 മില്യൺ സബ്സ്ക്രൈബേഴ്സ് മ്യൂച്വൽ ഫണ്ട് ആയിട്ടുണ്ട്. ആംഫിയുടെ റിപ്പോർട്ട് പ്രകാരം മ്യൂച്വൽ ഫണ്ടിലേക്ക് ആളുകൾ കൂടുതൽ പൈസ ഇടുന്നുണ്ട്. അപ്പോൾ ആക്റ്റീവ് ആയിട്ട് നമുക്ക് 20 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഉള്ളത്. പക്ഷേ 50 ലക്ഷം മാത്രമാണ് ആക്റ്റീവായിട്ടുള്ള ട്രേഡേഴ്സ് ഉള്ളത്. പക്ഷേ ഒരുപാട് ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നുള്ളത് മാർക്കറ്റിന് ശക്തി പകരുന്നുണ്ട്. കൂടാതെ ഇന്ന് അഗർവാളിൻ്റെ ഉടമസ്ഥതയിലുള്ള വേദാന്ത ഗ്രൂപ്പിൻ്റെ ഹിന്ദുസ്ഥാൻ സിങ്ക്, അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡിസ്ക്രിപ്പൻസിക്ക് എതിരെ വിക്ടോറിയ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സെൽ സ്ഥാപനം ഒരു അലിഗേഷൻ കൊണ്ടുവന്നു. അത് കാരണം സ്റ്റോക്ക് ഫോളായി. അവസാന സമയത്ത് നിന്ന് റിക്കവറി രേഖപ്പെടുത്തി. കാരണം കമ്പനി ഇതിനെതിരെ പ്രതികരിച്ചത് കാരണമാണ് ഇന്ന് അതിനൊരു റിക്കവറിക്ക് കാരണമായിട്ടുള്ളത്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഒരു 70 പോയിൻറ്റ് പ്ലസ് ആണ്. ട്രംപിൻ്റെ താരിഫുകൾ എല്ലാം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ന് ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന US റിസർച്ച് അനലിസ്റ്റ് സ്ഥാപനം നിയർ ടൈമിലേക്ക് US ഇക്വിറ്റി പോസിറ്റീവ് ആണെന്നുള്ളൊരു പ്രസ്താവനയാണ് ഇന്ന് US മാർക്കറ്റ് പോസിറ്റീവിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റിയത്. നമുക്ക് മറ്റുള്ള ഗ്ലോബൽ അപ്ഡേറ്റും നിഫ്റ്റിയുടെ ചാർട്ടും എല്ലാം തന്നെ നമുക്ക് പരിശോധിച്ച് വരാം. ആദ്യം നമ്മൾ ഗ്ലോബൽ അപ്ഡേറ്റ് ആണ്. ഗ്ലോബൽ അപ്ഡേറ്റിലുള്ളത് ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ്. FTSE, CAC 40, ഡാക്സ് മൂന്നും പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്ക് ചെയ്തില്ല. ഡോ ഫ്യൂച്ചർ കാണാം 70 പോയിൻ്റ് അപ്പ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ കൊറിയയും ജപ്പാനും എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ചൈനയും ഓസ്ട്രേലിയയും നെഗറ്റീവിലടച്ചു. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $11 പെർ ഔൺസിന് ഇടിവ് രേഖപ്പെടുത്തി. $3,290 എന്ന നിലയിലാണ് ഗോൾഡ് നിൽക്കുന്നത്. ബ്രന്റ് ഓയിൽ $70 ഉയർന്നിട്ടുണ്ട്. ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. കൺസോൾട്ടേഷനാണ്. ഇന്നലത്തെ അവസാന സമയത്ത് വലിയൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു നിഫ്റ്റിയിലെല്ലാം തന്നെ. ഇന്നലെ സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നാളെ ഇനിയിപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി. ഇന്ന് വലിയ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല. അവസാന സമയത്ത് ഒരു ഡൗൺഫോള് അല്ലാത്ത ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി ഇന്ന് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് നേരെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമ്മളുടെ ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് ഇന്ന് ശ്രീറാം ഫിനാൻസ്, ബജാജ് ഫിനാൻസ്, കോൾ ഇന്ത്യ, HUL, അൾട്രാടെക് സിമെൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സിലുള്ളത്. ലൂസേഴ്സിൽ കാണാം HCL ടെക്, ഹിൻഡൽകോ, ടാറ്റ സ്റ്റീൽ, അപ്പോളോ ഹോസ്പിറ്റൽ, ടെക്കമ്മ തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് ടോപ്പ് ലൂസേഴ്സ് ഉള്ളത്. HCL ടെക് എല്ലാം തന്നെ 2% ഒരു ഇടിവ് രേഖപ്പെടുത്തി. നേരെ നമുക്കിനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാ ഡീറ്റെയിൽസും, ഒട്ടും എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നിങ്ങളായിട്ട് എല്ലാ ദിവസവും 2 നേരം നിലയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിലെ വാർത്തയിലേക്ക് പോകും മുമ്പ് ഈ വരുന്ന ഞായറാഴ്ചയാണ് കൊച്ചി നമ്മുടെ ഓഫീസിൽ വെച്ച് കുറഞ്ഞ ചിലവിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. ഇനി വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ട് പങ്കെടുക്കാം കേട്ടോ. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ മാത്രമല്ല, സ്വിങ്, കമ്മോഡിറ്റി എല്ലാ കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റോക്ക് ഇൻ ന്യൂസിൽ ആദ്യമുള്ളത് പ്രസ്റ്റീജാണ്. പ്രസ്റ്റീജ് കമ്പനി 4718 യൂണിറ്റാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ഇതുവരെ സെല് ചെയ്തിട്ടുള്ളത്. 300% കമ്പനിയുടെ പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പനിയുടെ റവന്യൂ കമ്പനി കരസ്ഥമാക്കിയത്. M&M കമ്പനി ഇവരുടെ XUV 3XO എന്ന് പറയുന്ന സൺറൂഫോട് കൂടിയിട്ട് 129 bhp
കപ്പാസിറ്റിയുള്ള എൻജിൻ കപ്പാസിറ്റിയുള്ള പുതിയ വാഹനം കമ്പനി ലോഞ്ച് ചെയ്യുകയാണ്. 9 ലക്ഷം രൂപയാണ് പ്രാഥമിക വിലയായിട്ട് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. ഡെലിവറി ലോജിസ്റ്റിക് കമ്പനിയാണ്. ഡെലിവറി മോത്തിലാൽ ഒസ്വാൾ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഡെലിവറീനെ അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ള ന്യൂസുണ്ട്. ഫോണിക്സ് മിൽസ് കമ്പനി ഷോപ്പിംഗ് മാളുകൾ നിർമ്മിക്കുക, അതുവഴി അവിടെ ഓഫീസുകൾ നിർമ്മിക്കുക, അത് റെൻ്റ് ഔട്ട് ചെയ്യുക തുടങ്ങിയ ബിസിനസ്സാണ് ഫോണിക്സ് മിൽസ് ചെയ്യുന്നത്. അപ്പോൾ ഫോണിക്സ് മിൽസ് എക്സ്പെൻസ് വാല്യുവേഷൻ ഹൈ ആണ് എന്നുള്ള ഒരു റീസൺ നുമാറോ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഉയർത്തിക്കാട്ടി ഇവരെ ഡൗൺഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. പാനസിക്ക ബയോടെക് കമ്പനി 2 മില്യൻ്റെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസ്പ്യൂട്ട് സെറ്റിലായി, തർക്കം സെറ്റിലായി എന്നുള്ളൊരു ന്യൂസുണ്ട്. ഗബ്രയേൽ ഇന്ത്യ കമ്പനി ഇവർ സൗത്ത് കൊറിയ ബേസ്ഡ് ആയിട്ടുള്ളൊരു വെഞ്ചർ കമ്പനിയായിട്ട് ഒരു 51% സ്റ്റേക്ക് ഈ ഒരു കമ്പനിയുടെ അക്യൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ സ്പെഷ്യാലിറ്റി ഫാസ്റ്റൻസ് ബിസിനസ് എല്ലാം തന്നെ എൻഹാൻസ് ആകുമെന്നാണ് കമ്പനി പറയുന്നത്. ക്രിസ്റ്റൻ ഇൻറ്റിഗ്രേറ്റഡ് കമ്പനി ഇവർക്ക് 32 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇൻഡിഗോ കമ്പനി ഇവരുടെ ബിസിനസ് ക്ലാസ്സിലെല്ലാം തന്നെ ഇനി ഇൻഫ്ലൈറ്റ് വൈഫൈ സംവിധാനം എല്ലാം തന്നെ കമ്പനി കൊണ്ടുവരികയാണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്പനികളായിട്ട് ഇവർ ധാരണയിൽ വന്നിട്ടുണ്ട്. റിലയൻസ് പവർ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇവർക്കൊരു പവർ പർച്ചേസ് ഡീലായിട്ടുള്ളൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിധി ഇവർക്ക് അനുകൂലമായിട്ട് വന്നു. എംഫസിസ് കമ്പനി ഇൻകം ടാക്സ് 1164 കോടി രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രമ്യതയിലായി 582 കോടി രൂപയിലേക്ക് ടാക്സ് കുറഞ്ഞു. അസ്ട്ര മൈക്രോവേവ് കമ്പനി ഡിഫൻസ് പ്രൊജക്റ്റിൽ നിന്ന് 1800 കോടി രൂപ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. സർദ എനർജി ആൻഡ് മിനറൽസ് കമ്പനി ഇവർ ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ ഒരു ഓർഡർ ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഇവരുടെ ഹൈഡ്രോ പ്രൊജക്റ്റ് 24 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള റഹ്റ 1 ഇവരുടെ ഹൈഡ്രോ പ്രൊജക്റ്റിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കും. JR ഇൻഫ്ര കമ്പനി 1250 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഭാരത് എയർടെൽ എറിക്സണായിട്ട് വയർലെസ് ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. ഓറിയൻ പ്രോ കമ്പനി ആഫ്രിക്കയിൽ നിന്ന് ഇവർക്കൊരു മേജർ ഓർഡർ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ലുപ്പിൻ കമ്പനി ഇവരുടെ ഒരു പുതിയ മെഡിസിന് US നിന്ന് അതിൻ്റെ മാർക്കറ്റിംഗ് അപ്രൂവൽ കമ്പനിക്ക് ലഭിച്ചു. ടാറ്റ ടെക്നോളജി കമ്പനി ഇവരായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഇവർ ഓട്ടോമോട്ടീവ് എയറോസ്പേസ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഇൻഡസ്ട്രീസ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇവർ എമേഴ്സൺ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ധാരണയായി. റിലയൻസ് ഇൻഡസ്ട്രീസ് ഗവൺമെൻറ് കർഷകർക്ക് ഓർഗാനിക് മെന്യൂർ എല്ലാം തന്നെ ഡയറക്റ്റ്ലി സപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു അംഗീകാരം കൊടുത്തു. നസാറ ടെക് കമ്പനി ഗെയിമിംഗ് കമ്പനിയാണ്. പക്ഷേ കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺലൈൻ ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ഗെയിമുകളെല്ലാം തന്നെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആപ്പുകളാണ് നസാറ ടെക് നിർമ്മിക്കുന്നത്. സിസ്റ്റം കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ഭാരത് റോഡ് നെറ്റ്വർക്ക് കമ്പനി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് 383 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ന്യൂസുകൾ. അപ്പോൾ നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയർ ചെയ്യാനുള്ളത്. മാർക്കറ്റ് അതീവ വോളറ്റൈലാണ്, എന്നാൽ കൺസോൾട്ടേഷനാണ്. ബയേഴ്സിനും തന്നെ ഒട്ടും തന്നെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത രീതിയിൽ വളരെ ഡ്രൈ മാർക്കറ്റാണ് ഇപ്പോൾ നിലവിലുള്ളത്. സെബി FNO റൂൾസ് എല്ലാം തന്നെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വോളിയംസ് നമുക്കറിയാം, ജെയിൻ സ്ട്രീറ്റ് എല്ലാം തന്നെ വിലക്കി, അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. വോളിയംസ് എല്ലാം തന്നെ താരതമ്യേന കുറവാണ്, സ്ലിപ്പേജ് എല്ലാം തന്നെ ഉണ്ടാവും. എല്ലാവർക്കും ശുഭ രാത്രി. താങ്ക് യു.